ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു LCFX. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെഷൻസ് ആൻഡ് ടൈമാണ്. അപ്പോൾ നമ്മൾക്ക് എത്ര തരം സെഷൻസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടൈമും കാര്യങ്ങളും എന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് ഉള്ള സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ, ലണ്ടൻ, ന്യൂയോർക്ക്. അപ്പോൾ ഈ ഏഷ്യൻ സെഷനിൽ തന്നെ ഏഷ്യൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കൺട്രീസ് കൂടിയതാണല്ലോ. അപ്പോൾ അതിൽ തന്നെ ഓസ്ട്രേലിയ ഉണ്ട്, സിഡ്നി സെഷൻ ഉണ്ട്, ടോക്കിയോ, ബാങ്കോക്ക്, അങ്ങനെ തന്നെ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സെഷനാണ് ഏഷ്യൻ സെഷൻ. അപ്പോൾ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൺസോളിഡേറ്റ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും. അധികം മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലണ്ടൻ ആൻഡ് ന്യൂയോർക്കാണ്. അപ്പോൾ ഇതിലായിരിക്കും ഈ ഒരു സെഷൻസിലായിരിക്കും വോളിയം, അതായത് മാർക്കറ്റ് വോളിയം ഉണ്ടാകുക. ഒരുപാട് വലിയ വലിയ ട്രേഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഏഷ്യൻ സെഷനിൽ അങ്ങനെ വോളിയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്നില്ല. അപ്പോൾ ഏഷ്യൻ പെയറുകൾ, അതായത് ആ ഒരു രാജ്യത്ത്, അതായത് ഓസ്ട്രേലിയൻ ഡോളർ, സിംഗപ്പൂർ ഡോളർ, അപ്പോൾ അങ്ങനത്തെ ആ ഒരു പെയേഴ്സിനായിരിക്കും ആ ഒരു ടൈമിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ മോസ്റ്റ് മേജർ കറൻസി ആയിട്ടുള്ള GBP USD ആൻഡ് EUR USD ആണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. ഞാനാകെ 2 പെയറാണ് നോക്കുന്നത്. ഒന്ന് GBP USD എൻ്റെ ഫേവറേറ്റ് പെയറാണ്. അതുപോലെ തന്നെ EUR USD നോക്കുന്നുണ്ട്, GBP USD നോക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്നത് GBP ആണ്. അപ്പോൾ GBP എന്ന് പറയുന്നത് ലണ്ടനാണ്. ലണ്ടൻ സെഷനിലായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ വോളറ്റിൽ ഉണ്ടാവുക. ന്യൂയോർക്കിലും ഉണ്ടാവും, പക്ഷേ ലണ്ടൻ സെഷനിൽ അതിന് ഒരുപാട് ട്രേഡ്സും കാര്യങ്ങളും വരുന്ന ഒരു പെയർ ആയതുകൊണ്ട് എനിക്കത് ഏറ്റവും കൂടുതൽ ഒരു ഫേവറബിൾ ആയിട്ട് നല്ല ഒരു ട്രേഡിങ്, അതിനൊരുപാട് എന്താ പറയുക, പ്രൈസ് ആക്ഷൻസ്, അങ്ങനത്തെ നല്ല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ലിക്വിഡിറ്റി, അതായത് മാനിപ്പുലേഷൻസ് ഉള്ള പെയറും കൂടിയാണ് GBP. അപ്പോൾ ആ ഒരു മാനിപ്പുലേഷൻസ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് അതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 ടൈപ്പാണ്: ഏഷ്യൻ, ലണ്ടൻ, ന്യൂയോർക്ക്. അപ്പോൾ ഈ ന്യൂയോർക്കിൽ തന്നെ AM സെഷനും PM സെഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സെഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മോസ്റ്റ് പീപ്പിൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏഷ്യൻ റേഞ്ച് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ആ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് എന്നുള്ളത്. ഈ ഒരു ബ്ലൂ ഇതിൽ കാണുന്നതാണ് നമ്മൾക്ക് ഏഷ്യൻ, അതായത് നമ്മുടെ ഇന്ത്യൻ ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ 6:30. ഓൾറെഡി 3:30ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ഈ 24 hours എന്ന് പറയുന്ന ഈ ഒരു മാർക്കറ്റിൽ ഒരുപാട് സെഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഏഷ്യൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യും, അതിൽ തന്നെ സിഡ്നി സെഷനാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഏഷ്യൻ സെഷനിലാക്കിയേക്കാണ്. അപ്പോൾ നമ്മൾക്കത് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ടൈമും കാര്യങ്ങളും ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. ഇത്ര, അതായത് 2, 3. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് ഏതാണ്, ട്രേഡ് ചെയ്യാൻ പറ്റിയ സെഷൻസ് ഏതാണ്, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 6:30 തൊട്ട് 12:30 വരെ, അതായത് ഇന്ത്യൻ ടൈം 12:30 വരെ ആണ് നമ്മൾക്ക് ട്രേഡബിൾ ആയിട്ടുള്ള ഏഷ്യൻ സെഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നാട്ടിലെ 6:30 തൊട്ട് 12:30 വരെ, അതാണ് ഏഷ്യൻ സെഷനിൽ ട്രേഡബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഞാൻ ആക്ച്വലി പേഴ്സണലി യൂസ് ചെയ്യുന്നത് വേറെ ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ദെൻ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യാത്ത ഒരു ടൈം പീരീഡ് ആണ്. ജസ്റ്റ് ഈ ഒരു ബ്ലൂ ഏരിയ തൊട്ട് ഈ ഒരു ബ്ലൂ ഏരിയ വരെയാണ് ഏഷ്യയിൽ ട്രേഡ്സും കാര്യങ്ങളും. നമ്മൾ ഏഷ്യയിൽ അങ്ങനെ ട്രേഡ്സും കാര്യങ്ങളും നോക്കില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത് ഹയർ കോൺഫിഡൻസോട് കൂടിയുള്ള ട്രേഡ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. ദെൻ ഇതാണ് ഈ ഗ്രീനാണ്. നമ്മൾക്ക് കളർ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഇൻഡിക്കേറ്ററിലൊക്കെ മാറ്റാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെടുത്തി തന്നതാണ് എന്താണ് ഈ ഇൻഡിക്കേറ്റർ. റോബിൻ മിൻഡി എന്ന് പറയുന്ന ആളുടെ ഒരു ഇൻഡിക്കേറ്ററാണ് ഇത്. നമുക്ക് അബൌട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, FXN ഏഷ്യൻ സെഷൻ റേഞ്ച്. ഓക്കെ, ആളുടെ ഓതറിൻ്റെ പേര് ഇതിലില്ല. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇൻഡിക്കേറ്റർ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ലണ്ടൻ സെഷൻ. ഈ ഒരു ഏരിയ, ഈ ഒരു നാട്ടിലൊരു 1:30 തൊട്ട് ഇത് ചേഞ്ച് ആവും. എനിക്ക് തോന്നുന്നു ഒരു നവംബറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു 12:30 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഏഷ്യൻ സെഷൻ 5:30 ആവും. ഓക്കെ, അത് ആ ഒരു വിൻ്ററിൻ്റെ ആ ഒരു ചേഞ്ചസ് മൂലം ഉണ്ടാവണം. അപ്പോൾ എനിക്കൊന്ന് ന്യൂയോർക്കിൽ പകൽ കുറവായിരിക്കും ആ ഒരു സമയത്ത്. അപ്പോൾ ഇത് 1:30 തൊട്ടിട്ട് നമ്മൾ ഇന്ത്യൻ ടൈമാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ത്യൻ ടൈം 1:30 തൊട്ടിട്ട് ഒരു 5:30 വരെയാണ് ട്രേഡബിൾ ടൈം. ഓക്കെ, ലണ്ടൻ സെഷനിൽ. ദെൻ ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ന്യൂയോർക്കിൽ നോക്കുമ്പോൾ നമുക്കൊരു 6:30 തൊട്ടിട്ട് ഏകദേശം ഒരു 10:30 അല്ലേ, ഒരു 10:30 വരെ, 6:30 തൊട്ട് 10:30 വരെ ആ ഒരു ടൈം റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ലിക്വിഡിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, എല്ലാ ട്രേഡേഴ്സൊക്കെ ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ സെഷൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഏഷ്യൻ സെക്ഷൻ ആക്ച്വലായിട്ട് അവസാനിക്കുന്നത്, തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 3:30 തൊട്ടിട്ട് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ തൊട്ട് ഏകദേശം ഈ ഒരു 1:30 വരെയാണ് ഏഷ്യൻ സെഷൻസ് ഉള്ളത്. ഓക്കെ, യെസ്, 1:30 അവിടെ നിന്നാണ്. ദെൻ ലണ്ടൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 12:30 തൊട്ട് ഏകദേശം ഈ ഒരു 10 to
ഒരു 10 o'clock വരെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിലാണ് പക്ഷേ നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ ടൈം, എല്ലാ സെഷനിലുള്ള ട്രേഡ്, അതായത് നല്ല രീതിക്ക് ട്രേഡും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് ഈ ഒരു ഇൻഡിക്കേറ്ററിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ നമ്മൾക്ക് പിന്നെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, അതായത് സെഷൻ സ്വീപ്പ്, അതായത് ഒരു സെഷൻ ബ്രേക്ക് ഔട്ട്, സെഷൻ സ്വീപ്പ്, ആ ഒരു ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സാൽഗോയുടെ സെഷൻ സ്വീപ്പ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഏഷ്യൻ സെഷൻ 5:30 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻ്റെ സെഷൻ കഴിയുന്നത് നമ്മളുടെ നാട്ടിലെ 2:30, അതായത് നമ്മൾ വെളുപ്പിന് ഒരു 5:30 തൊട്ടിട്ട് നാട്ടിലെ ഒരു ഉച്ചയ്ക്ക് ഒരു 2:30 ആകുമ്പോഴാണ് ശരിക്കും ഏഷ്യൻ്റെ ആ ഒരു സെഷൻസിന് കഴിയുന്നത്. ഇതിനപ്പോൾ ലണ്ടൻ സെഷൻ തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 12:30 തൊട്ടിട്ട് നാട്ടിലെ ഒരു 9:30 വരെയാണ് ലണ്ടൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് തന്നെ ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഏഷ്യൻ്റെ പകുതിയും ലണ്ടൻ്റെ തുടക്കവും. അപ്പോൾ അതിനൊരു ക്രോസ് ഓവർ സെഷൻ എന്നാണ് പറയുക. അപ്പോൾ അതായത് ഒരു 12:30 ആ ഒരു ടൈമിൽ മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കും. കാരണം ഏഷ്യൻ ട്രേഡേഴ്സും ഉണ്ടാവും, ലണ്ടൻ ട്രേഡേഴ്സും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ട്രേഡേഴ്സും തമ്മിലുള്ള ഒരു ക്രോസ് ഓവർ നടക്കുന്ന ഒരു ടൈമാണ് 12:30 തൊട്ടിട്ട് ഏകദേശം ഒരു ഏഷ്യ അവസാനിക്കുന്ന ഒരു 2:30 വരെ. ഓക്കെ, ആ ഒരു 1.5 മണിക്കൂറിൽ ഭയങ്കര മാനിപ്പുലേഷൻ ഉണ്ടാവാം, നല്ലൊരു മൂവ്മെൻറ്റും കാര്യങ്ങളുണ്ടാവും, നല്ല വോൾട്ടിലായിരിക്കും. അതേപോലത്തെ ഒരു ടൈമാണ് ഒരു 5:30 തൊട്ടിട്ട് ഏകദേശം ഒരു 8:30 വരെ, നമ്മളൊരു 5:30 തൊട്ടിട്ട് ഒരു 8:30 വരെ നല്ല ഒരു വോളിയം, അതായത് രണ്ട് ലണ്ടൻ ട്രേഡേഴ്സും ന്യൂയോർക്ക് ട്രേഡേഴ്സും ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ടൈമിംഗ് ആണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലെക്സാൽഗോയുടെ സെഷൻ സ്വീപ്പ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരു പുതിയതായിട്ടുള്ളൊരു സെഷൻ കൂടി ഉണ്ട്, ന്യൂയോർക്ക് PM സെഷൻ, അതായത് ന്യൂയോർക്കിൻ്റെ മിഡ് നൈറ്റ്. ഇപ്പോൾ ന്യൂയോർക്ക് PM സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ആഫ്റ്റർനൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെഷൻ തുടങ്ങും. ഇത് മോർണിംഗ്, ഇത് AM സെഷനും ഇത് ന്യൂയോർക്ക് സെഷനുമാണ്. അപ്പോൾ ഞാൻ ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാനുള്ള കാരണം സെഷൻ സ്വീപ്പ്, അതായത് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യണത് ലിക്വിഡിറ്റീസ് എടുത്തിട്ടാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഏഷ്യ എപ്പോഴും റേഞ്ചിങ് ആയിരിക്കും, കാരണം അധികം ട്രേഡേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഏഷ്യൻ്റെ ലിക്വിഡിറ്റി, മുകളിലെ ലിക്വിഡിറ്റി, അതായത് ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് ലണ്ടനിൽ കണ്ടിന്യൂവേഷൻ തരും. ഓക്കെ, ചിലപ്പോൾ ലണ്ടൻ്റെ ലിക്വിഡിറ്റിയും ഏഷ്യയുടെ ലിക്വിഡിറ്റിയും എടുത്തിട്ട് മാർക്കറ്റ് ന്യൂയോർക്കിൽ മുകളിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റ് ഇങ്ങനെ, അതായത് ലിക്വിഡിറ്റീസ് ഇങ്ങനെ എടുത്തിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യയുടെ മുകളിലത്തെ ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് പോകും. ചിലപ്പോൾ ഒരു ഡേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏരിയ നോക്കാം. ഇപ്പോൾ ഇവിടെ തൊട്ട് ഈ ഒരു ഏരിയ വരെ നമ്മൾക്ക് ഏഷ്യയുടെ ലിക്വിഡിറ്റിയാണ്, അതായത് ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ ഇതൊരു ഹൈ പോയിന്റ് ആണ്. ഇതിപ്പോൾ ഏഷ്യയുടെ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഒക്കെ, ബയേഴ്സൊക്കെ ഇവിടെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, ബ്രേക്ക്ഔട്ട്, അതായത് ബ്രേക്ക്ഔട്ടിലൊക്കെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ന്യൂയോർക്കിൻ്റെ ടൈമിൽ വന്നിട്ട് ആ ഒരു ലിക്വിഡിറ്റിനെ മാർക്കറ്റ് വന്നിട്ട് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് അന്നത്തെ ഒരു ദിവസം മുഴുവൻ താഴോട്ടാണ് പോയിട്ടുള്ളത്. ഓക്കെ, ദെൻ ന്യൂയോർക്ക് ടൈം ആയപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ന്യൂയോർക്ക് PM സെഷൻ ആയപ്പോഴാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് പുൾ ബാക്ക് അല്ലെങ്കിൽ റിവേഴ്സൽ പോലെ മാർക്കറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ, അതായത് ഈ ഒരു സീപ്പിൻ്റെ ഒരു സമയത്ത് 5 മിനിറ്റിലാണ്, 5 മിനിറ്റ് 3 മിനിറ്റ് 1 മിനിറ്റിലാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സീപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് അലേർട്ട് ആവും. നമ്മളവിടെ നിന്ന് ചിലപ്പോൾ വൈകിയോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കിങ്ങനെ എന്താണ് നമ്മുടെ കൺഫറൻസസ്, മൊത്തം ട്രെൻഡ് എന്താണ്, താഴേക്കാണോ അല്ലെങ്കിൽ ബൈറിഷ് ട്രെൻഡ് ആണോ ബുള്ളിഷ് ട്രെൻഡ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്വീപ്പ് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടുന്ന് ഒരു ഏഷ്യൻ്റെ സ്വീപ്പ് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ലണ്ടനിൽ തന്നെ റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്ലുവൻസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻഡിക്കേറ്റർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഒരു ന്യൂയോർക്ക് സെക്ഷൻ, ന്യൂയോർക്ക് AM ആൻഡ് PM സെഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിൻ്റെ PM സെഷൻ എടുത്തിട്ടാണ് രാവിലെ തന്നെ ഒരു 11 മണിയോട് കൂടിയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക്. ദെൻ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും. ഓൾറെഡി ഇവിടെ AM സെഷനിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് PM സെഷനിൽ തന്നെ ഏകദേശം മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ദെൻ പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ 5 മിനിറ്റിൽ ഇവിടെ ഒരു സ്വീപ്പ് നടത്തിയിട്ട് മാർക്കറ്റ് പിന്നെ താഴത്ത് പോയിട്ട് ഈ ഒരു AM സെഷൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, ദെൻ അവിടെ നിന്ന് മാർക്കറ്റ് ലണ്ടൻ കഴിഞ്ഞു, ലണ്ടൻ ക്ലോസ് ആയി. അപ്പോൾ ന്യൂയോർക്കാണിത്. ന്യൂയോർക്കിൽ ലണ്ടൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മൂവ്മെൻ്റ് ഒന്നും ഇല്ല. ദെൻ ലണ്ടൻ്റെ AM സെഷൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ന്യൂയോർക്കിൻ്റെ PM സെഷൻ താഴത്തേക്ക് ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ലിക്വിഡിറ്റി സ്വീപ്സ് നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഞാൻ ലിക്വിഡിറ്റിയുടെ ഒരു ഇതിൽ പറയാൻ പറ്റുമോ, ഇതാണ് സെഷൻസ് ലിക്വിഡിറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഈ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ലെക്സാൽഗോയുടെ സെഷൻ സ്വീപ്പ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾക്ക് ജസ്റ്റ് കളറും കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ കളറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡെയിലി എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ഏഷ്യൻ ബ്രേക്ക്ഔട്ടാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇപ്പോൾ ഇവിടുന്ന്
ന്യൂയോർക്ക് സെഷനിൽ ന്യൂയോർക്കിൻ്റെ PM സെഷനിലത്തെ ലിക്വിഡിറ്റി ഏഷ്യ ഗ്രാബ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ദെൻ ഏഷ്യ ഇവിടെ കഴിഞ്ഞു. ഏഷ്യയുടെ കഴിഞ്ഞ് ലണ്ടൻ ഓപ്പൺ ചെയ്തു. ദെൻ അപ്പോൾ ഒരു ലണ്ടൻ ബ്രേക്ക് ഔട്ടാണ് ഇവിടെ ഉണ്ടായത്. അത് ഏഷ്യൻ ബ്രേക്ക് ഔട്ട് ആയിട്ടാണ് മുകളിലോട്ടാണ് മാർക്കറ്റ് പോയത്. ഇവിടെ ഇനി ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല, അതായത് സെഷൻസ് ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇനി പ്രീവിയസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ ഉണ്ടാവും. നമുക്കിപ്പോൾ കറൻ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് ഇവിടെ ഓക്കെ ന്യൂയോർക്കിൻ്റെ PM സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്തു. ദെൻ മാർക്കറ്റ് അഗെയിൻ റിവേഴ്സിന് പോയി. ഓക്കെ, അതിപ്പോൾ ലൈവ് മാർക്കറ്റാണ്. ഇപ്പോൾ GBP USD ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏഷ്യൻസിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു റേഞ്ചാണ്. അപ്പോൾ മിക്കവാറും ഇന്ന് ലണ്ടൻ കൺസോൾട്ടേഷൻ ആയിരിക്കും, മേ ബി, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഏഷ്യൻ്റെ ഇവിടുത്തെ സ്വീപ്പ്, അതായത് ഒരു ചെറിയൊരു സ്വീപ്പ് കണ്ടില്ലേ, ഈ ഒരു സ്വീപ്പ് ഇങ്ങനത്തെ ഒരു ഇത് നമ്മളൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. 5 മിനിറ്റിലായാലും നമ്മൾ പെട്ടെന്ന് എടുത്ത് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കും. ഇവിടെ ഇതൊരു 1 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബ്രേക്ക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കാതെ തന്നെ ആ ഒരു എൻട്രിയിൽ കയറുമ്പോഴാണ് നമ്മൾ ഇവിടുത്തെ ഒരു സ്വീപ്പും കാര്യങ്ങളും കാണുന്നത്. അപ്പോൾ ഒരു സ്വീപ്പ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 1 മിനിറ്റിലേക്ക് പോയിട്ട് നമ്മൾ എൻട്രിയും കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ല ആക്ച്വലി. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയൊരു എൻട്രി സെറ്റപ്പ് നമുക്ക് കിട്ടും. ഇതൊരു ചെറിയൊരു ബ്രേക്ക് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ അഗൈൻ ഒരു BOS വരുന്നവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ നല്ലൊരു എൻട്രി സെറ്റപ്പും കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഇത് ലിക്വിഡിറ്റി ആണ്. ഇവിടുന്ന് നമുക്കൊരു എൻട്രിയിൽ, അതായത് ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആവാം. ആക്ച്വലി മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് അപ്പ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിലാണ് ഈ ഒരു ജസ്റ്റ് ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്, അല്ലാണ്ട് ഒരു ട്രെൻഡ് റിവേഴ്സലോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് ഇതിനെ കാണരുത്. ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ്സിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ഒരു കൺഫ്ലുവൻസസ് ആയിട്ട് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വീപ്പ്, അതായത് നമുക്കൊരു സെഷൻ്റെ ഒരു സ്വീപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു ബ്രേക്ക് സ്ട്രക്ചർ, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമ്മൾ നോക്കാം. ഇതിൽ കാണിക്കുന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടർ കറക്റ്റ് ആവണമെന്നില്ല, നമ്മളിതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളുടേതായ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സിംഗ് ഹൈ, ഒരു സിംഗ് ലോ, ഒരു സിംഗ് ഹൈ, ഒരു സിംഗ് ലോ, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് സ്ട്രക്ചറായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള നെക്സ്റ്റ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇംബാലൻസസ് കാര്യങ്ങൾ എവിടെയാണ് നോക്കിയിട്ട് അത് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരു സപ്പോർട്ട് സോൺ പഠിച്ചു ഇവിടെ. 1 അവറിൻ്റെ സപ്പോർട്ട് സോണാണ്. നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ മിനിമം ഒരു 1 അവറിലെങ്കിലും അതിൽ താഴെ പോകുന്ന അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മിനിമം ഒരു 1 അവറിൻ്റെ സപ്പോർട്ട് സോണെങ്കിൽ നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 1 അവറിൻ്റെ സപ്പോർട്ട് ഇട്ടുള്ളതും ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണും എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രിയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ധൈര്യമായിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ എൻട്രിയിൽ കയറാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു എൻട്രി കൺഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള ഈ ഒരു 1 അവറിൻ്റെ ക്യാൻഡിൽ ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു 1 അവറിൻ്റെ ഈ ഒരു സപ്പോർട്ട്, അതായത് നമ്മൾ പഠിച്ചു A ലെവൽ ആൻഡ് B ലെവൽ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സപ്പോർട്ടാണ് ഇവിടെ ഉള്ളത്. ആ ഒരു സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 അവർ ക്യാൻഡിൽ ഇതിൻ്റെ ഉള്ളിൽ ക്ലോസ് ആയപ്പോഴാണ് അത് ബ്രേക്ക് ആണ് എന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുന്ന ടൈമിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു കറക്റ്റ് ഒരു ബ്രേക്ക് സ്ട്രക്ചറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു എൻട്രി, ഈ ഒരു ഇംബാലൻസിൽ ഒരു എൻട്രി വെക്കാം. ഓക്കെ, ദെൻ ഈ ഒരു സിംഗ് ഹൈലോ അല്ലെങ്കിൽ ആ ഒരു ഹൈലോ എൻട്രി വെച്ചിട്ട് നമുക്ക് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരെ, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് വരെ നമുക്കൊരു ചെറിയൊരു എൻട്രി നമുക്ക് പിടിക്കാമായിരുന്നു ആക്ച്വലി ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു സെഷനിൽ നമ്മൾ എന്താണ് POIസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബൈ, സി യു.